ഇന്ത്യയുടെ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ വർധനവെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ്. അന്താരാഷ്ട്ര പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട സ്പ്രീ ഇയർബുക്ക് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. ഇന്ത്യയുടെ ആണവായുധ ശേഖരം 2025 180 പോർമുനകളിൽ നിന്ന് 2026 190 ഉയർന്നു. ഒരു വർഷത്തിനിടെ ഇന്ത്യ 10 ആണവായുധങ്ങൾ കൂടി ആയുധ ശേഖരണത്തിലേക്ക് കൂട്ടിച്ചേർത്തതായാണ് സ്പ്രീ വ്യക്തമാക്കുന്നത്. ഇതേ കാലയളവിൽ പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയിലെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 2025 എന്ന പോലെ തന്നെ പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധങ്ങളുടെ എണ്ണം 170 തന്നെ തുടരുകയുമാണ്. അതേസമയം ഇന്ത്യയെ ലക്ഷ്യം വെച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ശൃംഖല പാകിസ്ഥാൻ വിപുലീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം 6 ഉപഗ്രഹങ്ങളാണ് പാകിസ്ഥാൻ വിക്ഷേപിച്ചിട്ടുള്ളത്. പുതുതായി വിക്ഷേപിച്ച ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ, ജമ്മു കാശ്മീർ മേഖലകൾ എന്നിവയുടെ ചിത്രങ്ങൾ തുടർച്ചയായി പകർത്താൻ സാധിക്കുന്ന ഭ്രമണപഥങ്ങളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇന്ത്യ ഇത്തരം നീക്കങ്ങളെ പുച്ഛിച്ചു തള്ളുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ത്യ ആണവായുധ വിന്യാസ സംവിധാനങ്ങൾ നിരന്തരമായി ആധുനീകരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പാകിസ്ഥാനുമായുള്ള ദീർഘകാല തർക്കങ്ങൾക്കൊപ്പം തന്നെ ചൈനയിലെ ഏത് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും എത്തിച്ചേരാൻ ശേഷിയുള്ള ദീർഘദൂര ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലേക്ക് ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധമല്ലാത്ത സമയത്ത് പോലും മിസൈലുകൾ ഘടിപ്പിച്ച ചെറിയ അളവിലുള്ള ആണവായുധങ്ങൾ വിന്യസിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും ഇപ്പോൾ കഴിഞ്ഞേക്കുമെന്നും സിപ്രി വിലയിരുത്തുന്നു. ഒരൊറ്റ മിസൈൽ ഒന്നിലധികം ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കും ഇന്ത്യ മുന്നേറുകയാണ്. എങ്കിലും വരും ദശകത്തിൽ പാകിസ്ഥാനും തങ്ങളുടെ ആണവായുധ ശേഖരവും വർദ്ധിപ്പിച്ചേക്കുമെന്ന സൂചനയും റിപ്പോർട്ടിലുണ്ട്. ആഗോളതലത്തിൽ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായെങ്കിലും ആഗോള സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചു വരുന്നതായി സിപ്രി മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്താകമാനം നിലവിൽ 9 രാജ്യങ്ങളിലായി 12,187 ആണവായുധമാണുള്ളത്. ഇതിൽ 9,745 എണ്ണവും സജീവമായി പ്രയോഗിക്കാൻ തക്ക രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നവയാണ് എന്ന് വ്യക്തം. ആഗോള ആണവ ശേഖരണത്തിന്റെ ഭൂരിഭാഗവും റഷ്യയുടെ, അമേരിക്കയുടെയും കൈകളിലാണ്. ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം 600-ൽ നിന്ന് 620 ഉയർത്തിക്കൊണ്ട് 3-ാം സ്ഥാനത്ത് തുടരുന്നു. 2030 ചൈനയുടെ ശേഖരം 1000 കടക്കുമെന്ന് റിപ്പോർട്ട് പ്രചരിപ്പിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരം നിലനിർത്തിയിട്ടുണ്ട്. പല പ്രമുഖ രാജ്യങ്ങളും ആണവായുധങ്ങൾ കുറയ്ക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും വാഗ്ദാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നതായും തങ്ങളുടെ പ്രതിരോധത്തിനായി ആണവായുധങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നതായും സിപ്രി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്ക ശേഷം വെടിനിർത്തൽ കരാറിലെത്തി ഒരു വർഷം പിന്നിടുമ്പോഴാണ് അതിവേഗത്തിലുള്ള ഈ ഉപഗ്രഹ ശൃംഖല വിപുലീകരണം നടക്കുന്നത്. അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം ശാന്തമാണെങ്കിലും ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ തങ്ങളുടെ ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണ ശേഷി രഹസ്യമായി ശക്തിപ്പെടുത്തുകയാണെന്നാണ് വിലയിരുത്തൽ. PAOSAT-1, PRSE-E01, PARS-2, HS-1, PRSE-E02, PRSE-E03 എന്നീ ഉപഗ്രഹങ്ങളാണ് ഇക്കാലയളവിൽ വിക്ഷേപിച്ചത്. കൃഷി, ദുരന്ത നിവാരണം, വിഭവ നിരീക്ഷണം തുടങ്ങിയ സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ള പദ്ധതികളായാണ് പാകിസ്ഥാൻ ഈ ദൗത്യങ്ങളെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ആധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്ക് സൈനിക നിരീക്ഷണങ്ങളിലൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഇരട്ട ശേഷിയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഹൈ റെസല്യൂഷൻ ഒപ്റ്റിക്കൽ ഇമേജിംഗ്, ഹൈപ്പർ സ്പെക്ട്രിക്കൽ സെൻസറുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള ഇമേജ് പ്രോസസ്സിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഈ ഉപഗ്രഹങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റങ്ങൾ, സൈനിക താവളങ്ങൾ, സൈനിക നീക്കങ്ങൾ, സമുദ്ര അതിർത്തിയിലെ പ്രവർത്തനങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. സാധാരണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണേന്ത്യൻ മേഖലകൾക്ക് മുകളിലൂടെ ദിവസങ്ങളിൽ പലതവണ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രത്യേക ഭ്രമണപഥത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. 2026 ഏപ്രിലിൽ വിക്ഷേപിച്ച PRSE-E03 ഉപഗ്രഹം ദക്ഷിണേന്ത്യൻ മേഖലകളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും കശ്മീരിലും നിരന്തരമായ നിരീക്ഷണം സാധ്യമാകുന്ന പ്രത്യേക ഭ്രമണപഥത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ ഈ ബഹിരാകാശ മുന്നേറ്റത്തിന് പിന്നിൽ ചൈനയുടെ ശക്തമായ പിന്തുണയുണ്ട്. കഴിഞ്ഞ 16 മാസത്തിനിടെ വിക്ഷേപിച്ച ഭൂരിഭാഗം ഉപഗ്രഹങ്ങളും ചൈനീസ് റോക്കറ്റുകളിലാണ് ബഹിരാകാശത്തെത്തിച്ചത്. ചൈനയുടെ വലിയ തോതിലുള്ള ബാഹ്യ സഹായമില്ലാതെ ഇത്രയും വേഗത്തിൽ ഉപഗ്രഹങ്ങൾ വിന്യസിക്കുക പാകിസ്ഥാന് എളുപ്പമല്ലെന്ന് സുരക്ഷാ നിരീക്ഷകർ
നിരീക്ഷകർ വിലയിരുത്തുന്നു. അതേസമയം അമേരിക്കയും വിട്ടുകൊടുക്കുന്നില്ല. രാജ്യാന്തര തലത്തിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ കൂടുതൽ നാറ്റോ സഖ്യരാജ്യങ്ങൾ ആണവായുധങ്ങൾ വിന്യസിക്കുന്നതിനെ കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. പ്രമുഖ രാജ്യാന്തര മാധ്യമമായ ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. നിലവിൽ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള US യുദ്ധവിമാനങ്ങൾ താവളം ഒരുക്കുന്ന 6 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ പങ്കാളിത്തം വ്യാപിപ്പിക്കാനാണ് അമേരിക്കൻ അധികൃതർ സന്നദ്ധ പ്രകടിപ്പിക്കുന്നത്. പരമ്പരാഗത ദൗത്യങ്ങൾക്കും ആണവ ആക്രമണങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്യുവൽ കേപ്പബിൾ എയർക്രാഫ്റ്റ് വിന്യസിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് പുതിയ നിർദ്ദേശം. എന്നാൽ നിലവിലുള്ള ആണവ പങ്കാളിത്ത കരാറുകൾ വിപുലീകരിക്കുന്നതായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം അടുത്ത ഭാവിയിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റഷ്യയുമായുള്ള അതിർത്തി പങ്കിടുന്നതോടെ അതിനോട് അടുത്തു നിൽക്കുന്നതാണ് നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിലെ രാജ്യങ്ങൾ US യുദ്ധവിമാനങ്ങൾ താവളമൊരുക്കാൻ സജീവ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പോളണ്ട്, അതുപോലെ തന്നെ ബാൾട്ടിക് രാജ്യങ്ങൾ, എസ്തോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ രാജ്യങ്ങൾ പ്രതിരോധം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ നാറ്റോയുടെ ആഭ്യന്തര ചാനലുകൾ വഴി ഉപയോഗിക്കുകയാണ്. എന്നാൽ ഈ റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ US പ്രതിരോധ വകുപ്പായ പെന്റഗണോ നാറ്റോ നേതൃത്വമോ ഇതുവരെ തയ്യാറായിട്ടില്ല. നാറ്റോ അംഗങ്ങളുടെ സംരക്ഷണത്തിനായി അമേരിക്ക തങ്ങളുടെ ആണവായുധങ്ങൾ നിരന്തരം ഉപയോഗിക്കുമെന്ന് പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ്ജ് കോൾബി മുൻപ് പരസ്യമായി പ്രസ്താവന അറിയിച്ചിട്ടുണ്ട്. എന്നാൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ പ്രതിരോധത്തിനായി സ്വന്തം നിലയിൽ മതിയായ തുക ചെലവഴിക്കുന്നില്ലെന്ന വിമർശനം അമേരിക്കയിൽ ശക്തമാണ്. US പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ സമീപനത്തെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. പരമ്പരാഗത പ്രതിരോധത്തിനായി യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിക്കുകയാണെന്നും അവർ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നുമാണ് ട്രംപിന്റെ നിലപാട്. ഈ സാഹചര്യത്തിലും നാറ്റോയുടെ ആണവ പ്രതിരോധത്തിന്റെ കേന്ദ്ര ബിന്ദുവായി US ആണവായുധങ്ങൾ തുടരുമെന്ന് കോൾബി അടിവരയിടുന്നു. നാറ്റോയിലെ ആകെ 32 അംഗരാജ്യങ്ങൾ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി ആണവായുധങ്ങൾ ഉള്ളത്: US, UK, ഫ്രാൻസ്. നാറ്റോ സഖ്യത്തിന്റെ പ്രതിരോധ നയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് ന്യൂക്ലിയർ ഷെയറിംഗ് അഥവാ ആണവ പങ്കാളിത്ത ക്രമീകരണം. ആണവായുധങ്ങൾ ഇല്ലാത്ത സഖ്യകക്ഷികൾക്കും നാറ്റോയുടെ ആണവ നയരൂപീകരണത്തിൽ പങ്കാളിത്തം നൽകുന്നതാണ് ഈ പദ്ധതി. ആണവ പങ്കാളിത്തം വഴി ആണവായുധങ്ങളുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം, യുദ്ധകാലത്തെ അപകട സാധ്യതകളും എല്ലാ സഖ്യകക്ഷികൾക്കുമിടയിൽ വീതിച്ചു നൽകപ്പെടുന്നു. ഇത് നാറ്റോയുടെ ഐക്യവും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നു. അധിനിവേശങ്ങളെ ചെറുക്കാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതെ നിയന്ത്രിക്കാനും ഈ സംവിധാനം നാറ്റോയ്ക്ക് കരുത്തു പകരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്ക സുരക്ഷ ഉറപ്പു നൽകുന്നതിലൂടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ സാധിക്കുന്നു. ഇത് ആണവ വ്യാപനം ഇല്ലാതാക്കാൻ സഹായിക്കും. യൂറോപ്യൻ US ആണവായുധങ്ങൾ വിന്യസിക്കുന്നതിൽ ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. ശീതയുദ്ധകാലം മുതൽക്കേ നാറ്റോയുടെ കൂട്ടായ സുരക്ഷയുടെ പ്രധാന ഭാഗമായിരുന്നു ഇത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.